കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും predictive ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCA ന്യൂ കോഴ്സിൽ കവർ ചെയ്യുന്ന സെക്കൻഡ് സെമ്മിൽ വരുന്ന MCS 220 വെബ് ടെക്നോളജീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ലേൺവൈസിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ്. പാസ്റ്റ് എക്സാം സെഷൻസിലൊക്കെ തന്നെ ലേൺവൈസിൽ ഓൾമോസ്റ്റ് ഒരു 3 സെഷൻസിലായിട്ട് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ലേണേഴ്സിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സെഷൻസ് ആണ് ഇഗ്നോ ഫോക്കസ്. അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പാസ്റ്റ് 5 എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു എക്സാം പാറ്റേൺ ആണ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫൈനലി നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും നമ്മുടെ ആൻസേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് മാപ്പിംഗ് ആണ്. അതായത് നമുക്കറിയാം, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ ഒരു ട്രെൻഡിന്റെ ബേസിൽ, പാസ്റ്റ് പേപ്പേഴ്സിന്റെ ട്രെൻഡിന്റെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാം പാറ്റേൺ അനാലിസിസും ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരിക, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ ഉണ്ടാവും. അതായത് പാസ്റ്റ് പേപ്പേഴ്സിന്റെ ബേസിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ്, അതുപോലെ ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കൊരു മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ചില ഏരിയാസിന് കുറച്ച് പ്രോബബിലിറ്റി കൂടുതലായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം ആ ഏരിയാസ് ഏതൊക്കെയാണ്, ആ ഏരിയാസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ കൂടുതൽ സ്കോർ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഏരിയാസ് കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ അനലൈസ് ചെയ്യുന്നുണ്ടാവും. ജൂൺ 2025 എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ റെസ്പെക്റ്റീവ് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ടോട്ടലി 4 ബ്ലോക്സ് ആണുള്ളത്. വെബ് ടെക്നോളജീസിന് 4 ബ്ലോക്സ് ആണുള്ളത്. അതിൽ പാസ്റ്റ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ജൂൺ 2022 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ബ്ലോക്ക് 1 നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4. ഈ ഒരു രീതിയിലാണ് ആ ഒരു വെയിറ്റേജ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 1 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ, ഇപ്പം ബ്ലോക്ക് 1 വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് J2EE വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 ഫ്രെയിംവർക്സ് ഫോർ J2EE. ദെൻ ബ്ലോക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്പ്രിംഗ് ബൂട്ട് ആൻഡ് ഹൈബർനേറ്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ബ്ലോക്ക് 4 വരുമ്പോൾ വെബ് സെക്യൂരിറ്റീസ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എങ്കിൽ കൂടിയും ബ്ലോക്ക് 3 യൂണിറ്റ് 2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ യൂണിറ്റ് 2 നിന്ന് ഓൾമോസ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 10, അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 10,
ഈ ഏരിയസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ഹീറ്റ് മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കളേഴ്സ് കൂടുതൽ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള കളേഴ്സിൽ വരുന്ന ബ്ലോക്സിലെ യൂണിറ്റ്സുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു J2EE ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 2 കോൺഫിഗറേഷൻ ഓഫ് ഹൈബർനെറ്റ് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. ദെൻ ബ്ലോക്ക് 4 അതുപോലെ ബ്ലോക്ക് 3 ആ ഒരു ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എങ്കിലും നമ്മൾ കൂടുതൽ ഒക്കറൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3 നമ്മൾ പറഞ്ഞ യൂണിറ്റ് 4 വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇനി നമ്മൾ ടോപ്പിക് വൈസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 J2EE ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു 11 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സർവ്ലെറ്റ് ആർക്കിടെക്ചർ ഓൾമോസ്റ്റ് ഒരു 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെഷൻ മാനേജ്മെന്റ് അപ്പിയറൻസ് 8 ടൈംസ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 JSP കമ്പോണൻസ് അതിന്റെ അപ്പിയറൻസ് 6 ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 സ്ട്രക്ചർ ഫ്രെയിംവർക്സിന്റെ ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഹൈബർനെറ്റ് വേഴ്സസ് സ്പ്രിംഗ് ഫ്രെയിംവർക്ക് അതിന്റെ അപ്പിയറൻസ് 10 ആണ്. ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 സ്പ്രിംഗ് MVC കോൺസെപ്റ്റ്സുകൾ വരുന്നത് അപ്പിയറൻസ് 7 ആണ്. പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ മീഡിയം ലെവൽ ഓഫ് റെലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 സ്പ്രിംഗ് MVC വിത്ത് ബൂട്ട് സ്റ്റാപ്പ് അതൊരു മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. പാസ് പേപ്പേഴ്സിൽ 5 ടൈംസ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്പ്രിംഗ് ബൂട്ട് ബേസിക്സ് അത് ഒരു ഓൾമോസ്റ്റ് ഒരു 8 ടൈംസ് ആണ് പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഹൈബർനെറ്റ് കോൺഫിഗറേഷൻ 11 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 കേർഡ് ഓപ്പറേഷൻസ് 10 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഹൈലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 സ്പ്രിംഗ് സെക്യൂരിറ്റീസ് 9 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരിക. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 30 കസ്റ്റം ലോഗിൻ ഫോംസ് പ്രിപ്പയർ ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 10 ടൈംസോളം പാസ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 40 റോൾ ബേസ്ഡ് ലോഗിൻ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. 7 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് 10 അതിലധികമോ നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. 5 to 9 വരുന്നത് മീഡിയവും <5 ലോയുമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഹൈബർനെറ്റ് കോൺഫിഗറേഷൻ കൺസിസ്റ്റന്റ്ലി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 11 ടൈംസോളം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രാക്ടിക്കലി അതുപോലെ തന്നെ കൺസെപ്ഷണൽ ബേസ്ഡ് ആയിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ J2EE ആർക്കിടെക്ചർ ആ ഒരു ഏരിയയിൽ നിന്ന് ഫണ്ടമെന്റൽസ് വെബ് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ അതുപോലെ കേർഡ് ഓപ്പറേഷൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് 10 ടൈംസോളം ചോദിച്ച ഏരിയ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പൊ പാസ് പേപ്പേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എക്സാം പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഷോർട്ട് നോട്ട്സ് പിന്നെ കോഡ് എക്സാമ്പിൾ ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ജൂൺ 2022 മുതൽ ഡിസംബർ 2024 വരെയുള്ള ഒരു അനാലിസിസിന്റെ ബേസിലാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്.
ലേൺവൈസിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ചെയ്യുന്ന നമുക്ക് കോഡ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് വൈസ് ആവറേജ് മാർക്ക് ഓരോ ബ്ലോക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ബ്ലോക്ക് 1ൽ നിന്ന് ആവറേജ് ഒരു 34% നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലോക്ക് 2ൽ നിന്ന് 31% ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രതീക്ഷിക്കാൻ. ദെൻ ബ്ലോക്ക് 3ൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20% ബ്ലോക്ക് 4ൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15% വെയിറ്റേജ് നമുക്ക് ഇനിയാണെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ ലെങ്തി ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വിത്ത് എക്സാമ്പിൾസിന്റെ ഹെൽപ്പോട് കൂടി വേണം എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സിനാണ് 250 to 400 വേർഡ്സിന് നമ്മൾ എഴുതണം. ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ്സ് എംഫസൈസ് ചെയ്ത് തന്നെ എഴുതിയാൽ മതി. ഓൾമോസ്റ്റ് ഒരു 100 to 150 വേർഡ്സിൽ. ദെൻ കോഡ് എക്സാമ്പിൾസ് 5 to 10 മാർക്സിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പം അത് കറക്റ്റ് ആയിട്ട് ആ പ്രോഗ്രാം കോഡ് ചോദിക്കുന്ന ഏരിയാസിൽ കോഡ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 5 to 10 മാർക്സിനാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കറിയാം എസ്എ ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓൾമോസ്റ്റ് ഒരു 10 മാർക്സ് ആ ഒരു റേഞ്ചിൽ. അപ്പം ആ ഒരു മാർക്കിൽ ചോദിക്കാൻ നമ്മളൊരു 300 to 400 വേർഡ്സിൽ വേണം എഴുതേണ്ടത്. കൺസൈസ് ആയിട്ട് ആൻസേഴ്സ് എഴുതുക. ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ആ ഒരു രീതിയിൽ വിത്ത് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 to 150 വേർഡ്സിൽ വേണം എഴുതാൻ. സമ്മറി അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ബേസ്ഡ് ആയിട്ട് വേണം ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കോഡ് എക്സാമ്പിൾസ് ഓൾമോസ്റ്റ് ഒരു 5 to 10 മാർക്സിനാണ് ചോദിക്കുക. അവിടെ നമ്മൾ ഒരു 15 to 30 ലൈൻസിൽ ആ ഒരു രീതിയിൽ വേണം പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടി. ഇനി കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 5 to 10 മാർക്സിന് ചോദിക്കും. ആ ഒരു കേസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടി. കൂടുതലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടേബിളൊക്കെ വരച്ച് ആ ഒരു രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓൾമോസ്റ്റ് ഒരു 150 to 250 വേർഡ്സിനൊക്കെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കുക എസ്എ ടൈപ്പ് ആണ് കൂടുതലും ഒരു 45 to 50% ചോദിക്കാൻ ചാൻസ് നമുക്ക് എക്സാമിന്. പിന്നെ കോഡ് എക്സാമ്പിൾ റിമെയിൻ സ്റ്റേബിൾ ആണ് പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ. ദെൻ ഷോർട്ട് നോട്ട്സ് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുമ്പം നമുക്ക് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. 3 hours 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു കേസിൽ നമ്മൾ എസ്എയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 40 to 50 മാർക്സിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 90 മിനിറ്റ്സോളം ടോട്ടലി നമ്മൾ എസ്എയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് ഒരു 25 to 30 മിനിറ്റ്സ് വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇനി ഷോർട്ട് നോട്ട്സ് 20 മാർക്സിനോളം ചോദിക്കാം. ഒരു അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ്, around 4 to 8 minutes for each questions. ഓക്കെ, ഇനി കോഡ് എക്സാമ്പിൾസ് 20 മാർക്സിന് ചോദിക്കാം. അപ്രോക്സിമേറ്റ്ലി ഒരു 35 മിനിറ്റ്സോളം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. 50 to 80 മിനിറ്റ്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും. ഇനി കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 10 to 15 മാർക്സിനാണ്. ഈച്ച് ക്വസ്റ്റ്യന് ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ്സ് നമ്മൾ അലോട്ട് ചെയ്യണം. 12 to 15 മിനിറ്റ്സ് ഓരോ ക്വസ്റ്റ്യന് അലോട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്. ഓക്കെ, അപ്പം നമ്മളുടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ടോപ്പ് 10 ഏരിയാസ് ഉണ്ടല്ലോ നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്ത്, ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ടോപ്പ് 10 ആ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ J2EE ആർക്കിടെക്ചർ. ഓൾമോസ്റ്റ് ഒരു പാസ് പേപ്പേഴ്സിൽ 8 times ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ ഡിസ്ക്രൈബ് ദ സെർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 7 times ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ എക്സ്പ്ലെയിൻ സെഷൻ മാനേജ്മെന്റ് സെർവ്ലെറ്റ് പ്രോഗ്രാമിംഗ്.
7 ടൈംസോളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4th വൺ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോഡ് ഓഫ് ആൻഡ് ഗെറ്റ് ഓഫ് മെത്തേഡ്സ് ഇൻ ഹൈബർനേറ്റ്. 6 ടൈംസോളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5th വൺ ഡിസ്കസ് ദ കോർ കമ്പോണൻസ് ഓഫ് സ്ട്രക്ട്സ് 2. ഓൾമോസ്റ്റ് ഒരു 6 ടൈംസോടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6th വൺ എക്സ്പ്ലെയിൻ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ്. 6 ടൈംസോളം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7th വൺ വാട്ട് ആർ JSP സ്ക്രിപ്റ്റിംഗ് എലമെന്റ്സ്. പാസ് പേപ്പേഴ്സിൽ 5 ടൈംസോളം ചോദിച്ചിട്ടുള്ളതാണ്. 8th വൺ ഡിസ്കസ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ ഇൻ സ്പ്രിംഗ്. ഓൾമോസ്റ്റ് പാസ് പേപ്പറിൽ 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ജാവ ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചർ JCA. പാസ് പേപ്പേഴ്സിൽ ഒരു 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പ്രിംഗ് ബൂട്ട് ആൻഡ് സ്പ്രിംഗ് MVC. 5 ടൈംസോളം പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ ടോപ്പ് 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഒരു 2 ടൈംസ് എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മളൊരു ഫ്രീക്വൻസി ടേബിൾ ആണ് നോക്കുന്നത്. പാസ് പേപ്പേഴ്സിന്റെ ഒക്കെ ബേസിൽ ഓരോ ഏരിയയിൽ നിന്ന് എത്ര മാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ആ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള J2EE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഇനിഷ്യലി വരിക. എക്സ്പ്ലെയിൻ J2EE ആർക്കിടെക്ചർ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് വരുന്നതാണ്. അപ്പിയറൻസ് ലെവൽ 8 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 10 ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ക്രൈബ് ദ സെർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്നാണ്. അപ്പിയറൻസ് 7 ടൈംസ് ആണ്. ആവറേജ് മാർക്ക് 8 ആണ്. ദെൻ എക്സ്പ്ലെയിൻ സെഷൻ മാനേജ്മെന്റ് ഇൻ സെർവ്ലെറ്റ് പ്രോഗ്രാമിംഗ് ബ്ലോക്ക് 1 യൂണിറ്റ് 3. അപ്പിയറൻസ് ഓൾമോസ്റ്റ് 7 ടൈംസ് ആണ്. ആവറേജ് ഒരു മാർക്ക് 8 ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോഡ് ഓഫ് ആൻഡ് ഗെറ്റ് ഓഫ് മെത്തേഡ്സ് ഇൻ ഹൈബർനേറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 എന്നാണ്. അപ്പിയറൻസ് 6 ആണ് വരുന്നത്. ആവറേജ് 5 മാർക്കാണ്. ഡിസ്കസ് കോർ കമ്പോണൻസ് ഓഫ് സ്ട്രക്ട്സ് 2. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 എന്നാണ്. അപ്പിയറൻസ് 6 ആണ്. ആവറേജ് 8 മാർക്സ് ആണ് വരുന്നത്. എക്സ്പ്ലെയിൻ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. ഓൾമോസ്റ്റ് ഒരു 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 8 ആണ്. ദെൻ വാട്ട് ആർ JSP സ്ക്രിപ്റ്റിംഗ് എലമെന്റ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 4. അപ്പിയറൻസ് 5 ആണ്. ആവറേജ് സ്കോർ 8 ആണ്. ദെൻ ഡിസ്കസ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ ഇൻ സ്പ്രിംഗ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്. പാസ് പേപ്പേഴ്സിൽ ഒരു 5 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. 5 ആണ് ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആവറേജ് മാർക്ക്. എക്സ്പ്ലെയിൻ ജാവ ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചർ JCA ബ്ലോക്ക് 4 യൂണിറ്റ് 12 എന്നാണ്. അപ്പിയറൻസ് 5 ആണ്. ആവറേജ് ഒരു 5 മാർക്കിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പ്രിംഗ് ബൂട്ട് ആൻഡ് സ്പ്രിംഗ് MVC ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. പാസ് പേപ്പേഴ്സിൽ 5 ടൈംസോളം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് അഡ്വാൻസ് പാനലാണ്. അപ്പം നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഒക്കെ നോക്കി. അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈംഡ്. അതായത് ഈ ഇമ്പോർട്ടൻ്റ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ ഒരു ഇനിഷ്യലി ഒരു 5 മിനിറ്റ്സോളം നമ്മൾ ആ ഒരു ആൻസർ ബിൽഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആകണം. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവണം. ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ടോപ്പ് 10 ഏരിയാസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 2-3 ടൈംസ് നമ്മളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ഹയർ അപ്പിയറൻസ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഹയർ ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻ ഏരിയ പറഞ്ഞു, J2EE, സർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ, സെഷൻ മാനേജ്മെന്റ്, ആ ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ
നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് മാർക്കിംഗ് സ്കീമുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ്. അപ്പൊ ബ്ലോക്ക് 2 യൂണിറ്റ് 5 സ്ട്രക്ട്സ് 2 കമ്പോണൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഏരിയ 4 ടൈംസോളം പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഹൈബർനേറ്റ് വേഴ്സസ് സ്പ്രിംഗ് പാസ് പേപ്പേഴ്സിൽ ഓൾമോസ്റ്റ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്പ്രിംഗ് ബൂട്ട് ബേസിക്സ് ഓൾമോസ്റ്റ് 4 ടൈംസോളം പാസ് പേപ്പറിൽ ചോദിച്ച ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഹൈബർനേറ്റ് കോൺഫിഗറേഷൻ അപ്പിയറൻസ് 6 ആണ് പാസ് പേപ്പേഴ്സിൽ വരുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ജാവ ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചർ 3 ടൈംസോളം പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. J2EE ആർക്കിടെക്ചർ ഹൈലി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സർവ്ലെറ്റ് ലൈഫ് സൈക്കിളും അതുപോലെ തന്നെ ഹൈബർനേറ്റ് കോൺഫിഗറേഷൻസ്, ഹൈബർനേറ്റ് വേഴ്സസ് സ്പ്രിംഗ് കമ്പാരിസണും ഒക്കെ അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ട്സ് 2 കമ്പോണൻസ് അത് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. സെഷൻ മാനേജ്മെന്റ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരിക. ഇനി സ്പ്രിംഗ് ബൂട്ട് ബേസിക്സ് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഇനി നമ്മൾ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ട് നോക്കുകയാണ്. ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഒക്കെ തന്നെ. ഓക്കെ, ആ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ടൈംലി മാനറിൽ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയാസ് റെഗുലർലി ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്ത് മൈൻഡിൽ തറവാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ലോ പ്രയോറിറ്റിയിലുള്ള ഏരിയാസ് എന്തായാലും നോക്കിപ്പോണം, ക്ലിയർ ഐഡിയ ഉണ്ടാവണം. എങ്കിലും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഹൈ പ്രയോറിറ്റി ഏരിയയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു ബാർ ഗ്രാഫിൽ നമുക്ക് കാണാം J2EE ആർക്കിടെക്ചർ അതുപോലെ ഹൈബർനെറ്റ് കോൺഫിഗറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ലെവലിലേക്ക് വരുമ്പോഴാണ് സർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ ഹൈബർനേറ്റ് വേഴ്സസ് സ്പ്രിംഗ് ഒക്കെ വരിക. അതിലും കുറച്ചുകൂടെ ലോ ലെവലിലേക്കാണ് സ്ട്രക്ട് 2 കമ്പോണൻസ് സ്പ്രിംഗ് ബൂട്ട് ബേസിക്സ് സെഷൻ മാനേജ്മെന്റ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഇത് ജൂൺ 2022 മുതൽ ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലാണ് നമ്മൾ ഇതിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്ന ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഗൈഡ് ലൈൻസ് നോക്കാം. നമുക്ക് 3 hours ആണ് എക്സാം, മാക്സിമം 100 സ്കോർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്ന കമ്പൽസറി ആണ് 40 മാർക്സിന്. ദെൻ അറ്റംപ്റ്റ് എനി 3 ക്വസ്റ്റ്യൻ ഫ്രം ദ റെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി 40 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. What is the MVC design pattern? Illustrate its working using a suitable diagram and explain the role of each component clearly. 10 mark question ആണ്. ബ്ലോക്ക് 1 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പാർട്ട് ബി, explain the life cycle of servlet in detail. Provide a sample servlet program demonstrating the init function, service of and destroy methods with the proper annotation. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് ചോദിച്ചിട്ടുള്ള 10 mark question ആണ്. C part, discuss how HTTP sessions differ from cookies in servlet programming. Provide code snippets demonstrating session creation, attribute setting and retrieval using HTTP sessions. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്നാണ് 10 mark question ആണ്. D part, describe the Hibernate architecture and explain each layer involved. Highlight its advantages in enterprise application. അത് 10 mark question ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കമ്പൽസറി ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഇതിൽ ഈ ഏരിയയിൽ അറ്റംപ്റ്റ് 3 ക്വസ്റ്റ്യൻ ഫ്രം ദ ഫോളോയിങ് ആണ്, 60 മാർക്സ്. എ പാർട്ട്, ഡിഫൈൻ സ്പ്രിംഗ് ബൂട്ട്, ഡിസ്കസ് ദ റോൾ ഓഫ് സ്പ്രിംഗ് ബൂട്ട് സ്ട്രാറ്റർ ഡിപ്പെൻഡൻസീസ് യൂസിങ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. 10 mark question, block 3 unit 9. B part, what is the Java cryptography architecture, JCA? Explain the process of generating a digital signature with the Java code snippets. 10 mark question, block 4 unit 12 എന്നാണ്. ഇനി question number 3, 20 marks. Compare and contrast the functionalities of save off, persist off and save or update of methods in Hibernate with a suitable code example. 10 mark question ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ്
B part, explain the working and core components of Structs2 framework. Provide a clear flow diagram detailing the request response cycle. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, 20 മാർക്ക് ക്വസ്റ്റ്യൻ. Illustrate the key differences between Spring MVC and Spring Boots. Provide scenarios in which one would prefer using Spring Boot over Spring MVC. 10 mark question ആണ്. Block 2 Unit 16. B part. Develop a code application using Hibernate and Spring Boot. Provide detailed steps and code snippets for each code operation. 10 mark question ആണ്. Block 3 Unit 11. ഇനി question number 5, 20 mark question ആണ്. ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വീതം. ഓക്കെ, ഫസ്റ്റ് വൺ, ജാവ സെക്യൂരിറ്റി സോക്കറ്റ് എക്സ്റ്റൻഷൻ JSSC, അത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ, JSP സ്റ്റാൻഡേർഡ് ടാഗ് ലൈബ്രറി JSTL, ബ്ലോക്ക് 1 യൂണിറ്റ് 4 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വൺ, സെർവ്ലെറ്റ് കൊളാബറേഷൻ ടെക്നിക്സ്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. ഫോർത്ത് വൺ, ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ഇൻ സ്പ്രിംഗ്, അത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫിഫ്ത്ത് വൺ, കസ്റ്റം ലോഗിൻ കോൺഫിഗറേഷൻ ഇൻ സ്പ്രിംഗ് സെക്യൂരിറ്റി, ബ്ലോക്ക് 4 യൂണിറ്റ് 30. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇനി വരുന്ന എക്സാമിന് ഈ ഏരിയയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം ആ ഒരു ബേസിൽ വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ നമ്മൾ പറഞ്ഞ ഈ ടോപ്പ് 10 ഇമ്പോർട്ടൻ്റ് ഏരിയാസും ഹൈ ഈൽഡ് ടോപ്പിക്സും ഒക്കെ റെഫർ ചെയ്ത് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ വളരെ നല്ല ഒരു സ്കോർ നമുക്ക് എക്സാമിന് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു all the very best.